നമസ്കാരം. സോഷ്യൽ സയൻസ് ക്വിസ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻസറുകളും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ കലാപം നടന്നത് എപ്പോഴാണ്? മലബാർ കലാപം 1921 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. വിവിധ സൂഫി വിഭാഗങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? സിൽസിലകൾ എന്നറിയപ്പെടുന്നു. സിൽസിലകൾ. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ആൻസർ, രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം? റെഡ് ഡാറ്റ ബുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? ആൻസർ, ഏഷ്യ. ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? ആൻസർ, KM മാണി. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? അഭിലാഷ് ടോമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖയുടെ പേര് എന്താണ്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ആൻസർ. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ. 2025 ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആരാണ്? ദിയോഗോ ജോട്ട. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. വന്ദേ മാതരത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ആൻസർ, പസഫിക് സമുദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ്? ആൻസർ, ദക്ഷിണാഫ്രിക്ക. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം എന്താണ്? ചെമ്പ്. ആൻസർ, ചെമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്? നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ്. ഈജിപ്റ്റാണ് നൈലിൻ്റെ ദാനം. ദൂരദർശിനി കണ്ടുപിടിച്ചത് ആര്? ദൂരദർശിനി കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. വ്യാഴം. യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ആൻസർ, ജർമ്മനി. ജർമ്മനിയാണ് ആൻസർ. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജോഹന്നാസ് ഗുട്ടൻബർഗ്. ജോഹന്നാസ് ഗുട്ടൻബർഗ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്ത്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്ത്? ആൻസർ, കുരുമുളക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എന്ന്? 1498. 1498. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആൻസർ, വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ. പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എവിടെയാണ്? ആൻസർ, കോഴിക്കോട്. കോഴിക്കോട്, കാപ്പാട്, കടപ്പുറത്ത്. പോർച്ചുഗീസുകാർ വികസിപ്പിച്ച കലാരൂപം ഏതാണ്? ആൻസർ, ചവിട്ടുനാടകം. ചവിട്ടുനാടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് ഏത് യുദ്ധത്തിൽ? ആൻസർ കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്? കുളച്ചൽ യുദ്ധം നടന്നത് 1741. 1741. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആര്? ആൻസർ A.O. ഹ്യൂം. A.O. ഹ്യൂം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആര്? W.C. ബാനർജി. W.C. ബാനർജി. ജനഗണമനയുടെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.